ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും വീട്ടിൽ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ ഒരു വെജിറ്റബിൾ കുറുമ എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പത്തിൻ്റെയും പൂരിയുടെയും ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെജിറ്റബിൾ കുറുമയ്ക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് പരിചയപ്പെടാം. ഒരു വലിയ കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 3 ബീൻസ് എടുത്തിട്ടുണ്ട്, 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം സവോള, 1/2 കപ്പ് ഗ്രീൻ പീസ്. ഞാൻ പച്ച ഗ്രീൻ പീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പച്ച ഗ്രീൻ പീസ് വീട്ടിലില്ലെങ്കിൽ ഉണക്കി ഗ്രീൻ പീസ് ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വേവിച്ചെടുത്താൽ മതിയാകും. ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം ചെറിയതായിട്ട് സ്ക്വയർ ഷേപ്പിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില, എരിവിന് ആവശ്യമായ പച്ചമുളക്, ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. 3 ഏലക്ക, 2 താമ്പോലം, 3 കറുവപ്പട്ട, 6 ഗ്രാമ്പു. നമ്മൾ മസാല കൂട്ടുകൾ ചേർക്കുമ്പോൾ അധികം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പം ആവശ്യാനുസരണം ചേർത്താൽ മതിയാകും. ഞാൻ ഈ വെജിറ്റബിൾസ് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ഈ വെജിറ്റബിൾസ് കുക്കറിലേക്ക് മാറ്റാം. ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് പൊട്ടറ്റോ, ക്യാരറ്റ്, സവോള, ബീൻസ് ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഗ്രീൻ പീസ് ഇപ്പോൾ ചേർക്കുന്നില്ല. ഓൾറെഡി പച്ച ഗ്രീൻ പീസ് ആയതുകൊണ്ട് വളരെ കുറച്ച് വേവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നതിന് ശേഷം മാത്രമാണ് ചേർക്കുന്നുള്ളൂ. നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഞാൻ നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ 2 പച്ചമുളകാണ് ചേർക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രാമ്പു, അതുപോലെ ഏലക്ക, പട്ട ഇത്രയും ചേർക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ കറുവപ്പട്ട ഇച്ചിരി കൂടുതലായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു കറുവപ്പട്ട മാറ്റി വെച്ചു. ഞാൻ 2 കറുവപ്പട്ടയാണ് ചേർത്തിട്ടുള്ളൂ. ഇനി വെജിറ്റബിൾസ് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ വെജിറ്റബിൾസ് വേവിച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്, 2ാം പാലിലാണ് വേവിച്ചെടുക്കുന്നത്. വെജിറ്റബിൾസ് ഏകദേശം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ആണ് തേങ്ങാപ്പാൽ ഒഴിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ നെകക്കെ അധികം തേങ്ങാപ്പാൽ ഒഴിക്കരുത്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിത് 2 വിസിലിന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം ഇതിലിച്ചിരി വെള്ളാംശമുണ്ട്, അതൊക്കെ ഒന്ന് കുറുകി വരണം. ആ സമയത്ത് നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് വേവിക്കാനായിട്ട് ആ പച്ച ഗ്രീൻ പീസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ളമെല്ലാം നന്നായിട്ട് കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1ാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1ാം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ പച്ച വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ തന്നെ ചേർക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് കശുവണ്ടി പരിപ്പ് ഒരു 4ഓ 5ഓ കശുവണ്ടി നന്നായിട്ട് ഫൈൻ പേസ്റ്റ് പോലെ അരച്ച് ചേർത്താൽ ഇതിലും ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാനതിപ്പോൾ ചേർക്കുന്നില്ല, അതെല്ലാം ഓപ്ഷനിലാണ്. ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വയ്ക്കുകയാണ്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. കശുവണ്ടി പരിപ്പൊന്നും അരച്ച് ചേർത്തില്ലെങ്കിലും ഈ രീതി കഴിച്ചാലും വളരെ ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജസ്റ്റ് ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ഈ വെജിറ്റബിൾസ് റെഡിയാക്കി എടുക്കാനായിട്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല കുറുകിയ നല്ല കൊഴുപ്പുള്ള വെജിറ്റബിൾ കുറുമയാണിത്. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് പൂരിയാണ്. പൂരി തന്നെ വേണമെന്നില്ല, അപ്പത്തിൻ്റെയും പൂരിയുടെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും, 100% ഉറപ്പാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പുതിയ വീഡിയോകൾ ഇടാനുള്ള പ്രചോദനം ലഭിക്കുന്നത്. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം. അതുവരേക്കും ടേക്ക് കെയർ.
താങ്ക് യു.